ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്ന് ഒരു മാസം പിന്നിടുമ്പോൾ 25 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്. അതേസമയം മണ്ഡലപൂജയ്ക്കായുള്ള തങ്ക അങ്കി ഘോഷയാത്ര ഈ മാസം 23-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് 26-ന് വൈകിട്ട് സന്നിധാനത്ത് എത്തിച്ചേരും. മനീഷ് മഹാദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്ന് ശബരിമല നട തുറന്ന് 29 ദിവസങ്ങൾ, ഏകദേശം ഒരു മാസം പിന്നിട്ടിരിക്കുമ്പോൾ 25 ലക്ഷത്തിലധികം അയ്യപ്പന്മാരാണ് ശബരിമലയിൽ ഇതുവരെയായിട്ട് ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നത്. പരമ്പരാഗത കാനനപാതയായിട്ടുള്ള പുല്ലുമേട് വഴിയും മറ്റ് കാനനപാതകളിലൂടെയും ശബരിമലയിലേക്ക് എത്തിച്ചേർന്ന അയ്യപ്പന്മാരുടെ എണ്ണത്തിലും വലിയൊരു വർധനമാണുള്ളത്. ഏകദേശം 1 ലക്ഷം പിന്നിട്ടിരിക്കുകയാണ് കാനനപാത വഴി ശബരിമലയിലെത്തുന്ന അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ. മറ്റൊരു കാര്യം, ഇന്നലെ അവധി ദിവസമായിരുന്നു, ഇന്നലെ ഞായറാഴ്ച അവധി ദിവസമായിരുന്നു. പക്ഷേ ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 65,632 പേരാണ് ഇന്നലെ ശബരിമലയിൽ ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്. അത് താരതമ്യേന ഒരു കുറഞ്ഞൊരു കണക്കാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും 80,000-നും 90,000-നും മുകളിലായിരുന്നു മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണമെന്ന് പറയുന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ ആഴ്ചയിലെ തന്നെ ഏറ്റവും ഉയർന്ന കണക്കെന്ന് പറയുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച രേഖപ്പെടുത്തിയതായിരുന്നു. 1,11,000-ത്തിലധികം പേരാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ശബരിമലയിൽ ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം, അതായത് നട തുറന്ന് 29 ദിവസങ്ങൾ, അല്ലെങ്കിൽ ഒരു മാസം പിന്നിടുമ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം 21 ലക്ഷം അയ്യപ്പന്മാരായിരുന്നു കഴിഞ്ഞ വർഷം ശബരിമലയിൽ ദർശനം പൂർത്തിയാക്കിയത്. എന്നാൽ ഇത്തവണ 4 ലക്ഷത്തിലധികം അയ്യപ്പന്മാരുടെ വർധനമാണ് ഉണ്ടായത്. എന്നാൽ ഇവർക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങളിലൂടെ എല്ലാവർക്കും സുഗമമായി ദർശനം ലഭിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, വലിയ രീതിയിലുള്ള ഒരു ക്യൂ ഫ്ലൈ ഓവറിലാണെങ്കിലും താഴെയാണെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. 18-ാം പടിക്ക് താഴെയാണെങ്കിലും കൃത്യമായിട്ട് വലിയ രീതിയിലുള്ളൊരു തിരക്കുണ്ട്. 18-ാം പടിയിൽ ചവിട്ടി പോലീസ് കൃത്യമായി തന്നെ അയ്യപ്പന്മാരെ ശബരിമലയിലേക്ക് എത്തിച്ച് അവർക്ക് സുഗമമായ ദർശനം ലഭ്യമാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. എന്നാൽ അവർക്ക് വേണ്ട രീതിയിൽ, അതായത് ഇവർക്ക് കുടിക്കാനോ അല്ലെങ്കിൽ ചെറിയ ലഘുഭക്ഷണങ്ങളൊക്കെ കൃത്യമായി നൽകുന്ന കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയുമില്ല. എല്ലാവരും കൃത്യമായി തന്നെ നിശ്ചിത ദൂരം ഇടവിട്ട് ഇവർക്ക് വെള്ളവും മറ്റ് ലഘുഭക്ഷണങ്ങളും ലഭ്യമാക്കുന്നതിൽ കൃത്യമായി തന്നെ സർക്കാരും ദേവസ്വം ബോർഡും കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത്, മണ്ഡല പൂജകൾക്കായി ശബരിമല ശാസ്താവിനെ ചാർത്താനുള്ള തങ്ക അങ്കിയുടെ ഘോഷയാത്രയാണ്. ആ ഘോഷയാത്ര ഡിസംബർ 23-ാം തീയതി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വിവിധ ക്ഷേത്രങ്ങളിലൂടെ കടന്ന് 26-ാം തീയതി വൈകിട്ട് സന്നിധാനത്ത് എത്തിച്ചേരും.